എല്ലാവർക്കും നമസ്കാരം. ഈ അടുത്ത കാലത്തായിട്ട് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വാക്കാണ് സനാതനധർമ്മം എന്നുള്ളത്. സനാതനധർമ്മത്തെക്കുറിച്ച് ഒന്നും അറിയത്തില്ലാത്തവർ പോലും വളരെ മോശമായിട്ട് രീതിയിൽ അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത് കണ്ടപ്പോൾ വളരെ വിഷമം തോന്നിയിട്ടുണ്ട്. ആർക്കും കയറി കൊട്ടാവുന്ന ഒരു ചെണ്ടയായി നമ്മുടെ സംസ്കാരം, നമ്മുടെ പൈതൃകം, നമ്മുടെ വിശ്വാസം മാറിയല്ല എന്ന് ഓർക്കുമ്പോൾ വളരെ വിഷമം തോന്നാറുണ്ട്. യഥാർത്ഥത്തിൽ ഈ സനാതനധർമ്മം എന്ന് പറയുന്നത് ഒരിക്കലും നാശമില്ലാത്തത്, എന്നും ഒരേ പ്രഭയോടുകൂടി നിലനിൽക്കുന്നത് എന്നാണ് അർത്ഥമുള്ളത്. പുരാതനം എന്ന് പറഞ്ഞാൽ പഴയതാണ്, നവനീതം എന്ന് പറഞ്ഞാൽ പുതിയതാണ്. പക്ഷെ സനാതനം എന്ന് പറയുമ്പോൾ അതിന് പുതുമയുമില്ല, പഴമയുമില്ല, ഒരേ പ്രൗഢിയോടുകൂടി നിലനിൽക്കുന്നത്, ഒരേ ശോഭയോടുകൂടി നിലനിൽക്കുന്നത്. ഇത് അനാദികാലം മുതൽ ഉള്ളതാണ്. ഇതിന് എത്ര കാലം പഴക്കണമെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റത്തില്ല. കോടാനുകോടി വർഷങ്ങൾക്ക് മുൻപ് ആദ്യത്തെ അമീബ രൂപം കെട്ട ആ കാലപ്പുറത്ത് ആ സമയം തൊട്ട് തന്നെ സനാതനധർമ്മവും രൂപപ്പെട്ടിട്ടുണ്ട്. ആചാര്യന്മാർ ഓരോ ആൾക്കാരുടെയും ധാർമ്മികമായ ഉത്തരവാദിത്വങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് എഴുതി ചേർത്തിട്ടുണ്ട്. മാതൃധർമ്മം, ഒരു കുഞ്ഞിനെ പ്രസവിച്ചത് കൊണ്ട് മാത്രം അമ്മയുടെ ധർമ്മം പൂർണ്ണമാവുകയില്ല, ആ അമ്മ എന്ന വാക്കിന് ഉള്ള അനുയോജ്യമാവുകയില്ല. നേരെ മറിച്ച് ഒരമ്മയുടെ ധാർമ്മികമായ ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ നിറവേറ്റുമ്പോഴാണ് ആ അമ്മയാകുന്നത്. ആ അമ്മയാണ് മാതൃദേവോ ഭവ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരച്ഛൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ നിറവേറ്റുമ്പോഴാണ് അങ്ങനെയുള്ള അച്ഛനാണ് പിതൃദേവോ ഭവ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് പിതൃധർമ്മം, മാതൃധർമ്മം, ആചാര്യധർമ്മം, പുത്രധർമ്മം, പുത്രിധർമ്മം, രാജധർമ്മം, അതുപോലെ ഒരു അധ്യാപകൻ, ഒരു ഗുരുവിൻ്റെ ധർമ്മം, എന്തൊക്കെയാണ് ഗുരുവിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്തങ്ങൾ, അത് എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. അത് ഗുരുധർമ്മം. ഇങ്ങനെ ഓരോ ആൾക്കാർക്കും ഓരോ ധാർമ്മികമായ ഉത്തരവാദിത്തങ്ങൾ ആചാര്യന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മാതൃധർമ്മത്തെക്കുറിച്ച് മാത്രം ഒരു ചെറിയ പുസ്തകം എഴുതിയാൽ ആ പുസ്തകത്തിന് മാതൃധർമ്മം എന്ന് പേരിടാൻ പറ്റും. പിതൃധർമ്മത്തെക്കുറിച്ച് ഒരു ചെറിയ പുസ്തകം എഴുതിയാൽ ആ പുസ്തകത്തിന് പിതൃധർമ്മം എന്ന് പേരിടാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ധർമ്മങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ പുസ്തകം എഴുതുവാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് മാതൃധർമ്മമുണ്ട്, പിതൃധർമ്മമുണ്ട്, ആചാര്യധർമ്മമുണ്ട്, പുത്രധർമ്മമുണ്ട്, പുത്രിധർമ്മമുണ്ട്, രാജധർമ്മമുണ്ട്, വ്യക്തിധർമ്മമുണ്ട്, കുടുംബധർമ്മമുണ്ട്, സമൂഹധർമ്മമുണ്ട്. ഇങ്ങനെ എല്ലാ ധർമ്മങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ പുസ്തകം എഴുതാൻ തീരുമാനിച്ചാൽ ആ പുസ്തകത്തിനിടാൻ പറ്റിയ പേരാണ് സനാതനധർമ്മം. എന്ന് വെച്ചാൽ സമസ്ത മേഖലകളിലും ധാർമ്മികത ഉണ്ടാവുക എന്നൊരർത്ഥം സനാതനധർമ്മത്തിനുണ്ട്. മറ്റൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ എന്താണോ ആയുധം കൊണ്ട് നശിപ്പിക്കാൻ കഴിയാത്തത്, എന്താണോ കത്തിച്ച് കളയാൻ, അഗ്നി കൊണ്ട് കത്തിച്ച് കളയാൻ കഴിയാത്തത്, എന്താണോ വെള്ളത്തിൽ ലയിപ്പിക്കാൻ കഴിയാത്തത്, എന്താണോ വായുവിൽ ലയിപ്പിക്കാൻ കഴിയാത്തത്, അത് സനാതനധർമ്മമാണ്. എന്നുവെച്ചാൽ സനാതനധർമ്മത്തെ ആയുധം കൊണ്ട് നശിപ്പിക്കാൻ കഴിയില്ല, കത്തിച്ച് കളയാൻ കഴിയില്ല, വെള്ളത്തിൽ ലയിപ്പിച്ച് കളയാൻ കഴിയില്ല, വായുവിൽ ലയിപ്പിച്ച് കളയാൻ കഴിയില്ല. ഇത് സനാതനധർമ്മമാണ്. നമുക്കറിയാം, ഈ ഭാരതം നേരിട്ടിട്ടുള്ള ക്രൂരതകൾ, ഇതുപോലെ ക്രൂരത നേരിട്ടിട്ടുള്ള ഒരു രാജ്യം വേറെ ഇല്ല. മുഗൾ രാജാക്കന്മാർ തൊട്ട് ബ്രിട്ടീഷുകാരെ, ഫ്രഞ്ചുകാരെ, ഡച്ചുകാരെ, പോർച്ചുഗീസുകാരെ എന്ന് വേണ്ട എല്ലാവരും ഇവിടെ കാട്ടിക്കൂട്ടിയിട്ടുള്ള സമാനതകളില്ലാത്ത ക്രൂരതകൾ വർണ്ണിച്ചാലും തീരാത്തതാണ്, പറഞ്ഞാലും തീരാത്തതാണ്. ധാരാളം ആരാധനാലയങ്ങൾ കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ട്, ധാരാളം ആരാധനാലയങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട്, ധാരാളം ആരാധനാലയങ്ങൾ അന്യമതസ്ഥരുടെ ആരാധനാലയങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. ധാരാളം സനാതന വിശ്വാസികളെ തോക്കിൻ്റെ മുനയിലും വാളിൻ്റെ മുനയിലും നിർത്തി ഭീഷണിപ്പെടുത്തി മതപരിവർത്തനം നടത്തിയിട്ടുണ്ട്. ഇവിടുത്തെ നാട്ടുരാജാക്കന്മാരെല്ലാം യാതൊരു ദയാദാക്ഷിണ്യവുമില്ലാതെ കൊന്നൊടുക്കിയിട്ട് അവരുടെ കുടുംബാംഗങ്ങളായ സ്ത്രീകളെ വരെ ലൈംഗിക അടിമകളാക്കി മാറ്റിയിട്ടുണ്ട്. ഇത്രയും ക്രൂരത അനുഭവിച്ച ഒരു സംസ്കാരം, ഒരു പൈതൃകം, ഒരു രാഷ്ട്രം വേറെ ഉണ്ടാവില്ല എന്നുള്ളത് സത്യമാണ്. എന്നിട്ടും അത്രയേറെ തകർക്കപ്പെട്ടിട്ടും തകർത്ത് തരിപ്പണമാക്കി നാരായക്കല്ല് പിടിപ്പിച്ചിട്ടും ഇന്ന് ഭാരത മാതാവ് ലോകത്തിൻ്റെ നെറുകയിൽ എത്തി നിൽക്കുന്നു. സംഘർഷഭരിതമായ ലോകം മുഴുവൻ ഭാരത മാതാവിൻ്റെ ശബ്ദത്തിന് വേണ്ടി കാതോർക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വന്നത്? എന്തുകൊണ്ടാണ് ഇത്രയും തകർക്കപ്പെട്ടിട്ടും അടിച്ചമർത്തപ്പെട്ടിട്ടും ചവിട്ടിത്താഴ്ത്തിയിട്ടും ഭാരത മാതാവ് ഇങ്ങനെ പടിപടിയായി ഉയർത്തെഴുന്നേറ്റത്? സനാതനധർമ്മം.
ഭാരതത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് സനാതന ധർമ്മമാണ്. ഭാരതം നിലനിൽക്കുന്നത് തന്നെ സനാതന ധർമ്മം എന്ന അടിവേരിലാണ്. ഈ ഭാരതത്തെ തകർക്കാൻ ആർക്കും സാധിക്കില്ല. ഈ ഭാരതം യാഗഭൂമിയാണ്, കർമ്മഭൂമിയാണ്, പുണ്യഭൂമിയാണ്, പരമപവിത്രമാണ്. ഈ ഭാരതത്തെ തകർക്കാൻ ഒരാൾക്കും സാധിക്കില്ല. ഭാരതത്തിനകത്തും പുറത്തും നിന്നുകൊണ്ട് ഒരുപോലെ ഭാരതത്തെ കുത്തി വേദനിപ്പിക്കുമ്പോഴും ദ്രോഹിക്കുമ്പോഴും തകർക്കാൻ ശ്രമിക്കുമ്പോഴും നിങ്ങൾ ആരും വിചാരിച്ചാൽ ഈ ഭാരതത്തെ തകർക്കാൻ കഴിയില്ല. ശത്രു രാജ്യത്ത് പോലും ആപത്ത് വരുമ്പോൾ കയ്യും മെയ്യും മറന്ന് അങ്ങോട്ട് സഹായഹസ്തവുമായിട്ട് ചെല്ലുന്നതാണ് ഭാരതത്തിൻ്റെ സംസ്കാരം. ശത്രുക്കൾ പോലും പ്രാണരക്ഷാർത്ഥം ഓടി അഭയത്തിന് വേണ്ടി ഇങ്ങോട്ട് വരുമ്പോൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നതാണ് ഭാരതത്തിൻ്റെ സംസ്കാരം. ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീന പോലും പ്രാണരക്ഷാർത്ഥം ഓടി വന്നത് ഈ സനാതന ഭൂമിയിലേക്കാണ്. ഈ ഭാരതത്തെ തകർക്കുവാൻ ശ്രമിക്കുന്നവർ ചിന്തിക്കുക, സനാതന ധർമ്മത്തെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നവരെ സനാതന ധർമ്മം തന്നെ നശിപ്പിക്കും. സനാതന ധർമ്മത്തെ പരിപോഷിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നവരെ, സനാതന ധർമ്മത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നവരെ സനാതന ധർമ്മം തന്നെ സംരക്ഷിച്ചുകൊള്ളും എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി ലോക സമസ്ത സുഖിനോ ഭവന്തു. ലോകത്തിലുള്ള ജീവനുള്ളതും ജീവനില്ലാത്തതുമായ സർവചരാചരങ്ങൾക്കും സ്ഥിരമായും ശാശ്വതമായും ശാന്തിയും സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം.